സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ ചെയ്ത വലിയ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് യൂട്യൂബ് വഴി ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അത്ഭുതകരമായ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ആ കർത്താവിന് ആമേൻ സ്തോത്രവും സ്തുതി അർപ്പിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ തിരുവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാമല്ലോ. അല്പനിമിഷം ചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 24-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ പ്രൈസ് ദി ലോർഡ് 24-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. സ്തോത്രം. അവരോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. ഒരു അരുത് എന്നൊരു വാക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സങ്കീർത്തന പ്രമാണിയായ ദാവീദ് പറയുന്നൊരു വാക്ക് പ്രൈസ് ദി ലോർഡ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. കണ്ടോ, ഇവിടെ പറയുന്നത് അവരോട് അസൂയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ സ്തോത്രം. അവർക്ക് വരുന്ന ചില ന്യായവിധിയെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നിങ്ങൾ അറിയണം. ആമേൻ. അപ്പം അവർക്ക് വരുന്ന ന്യായവിധി നമുക്കെല്ലാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ദുഷ്ടന്മാർക്ക് ദൈവം വച്ചിട്ടുള്ള ന്യായവിധി. നമുക്കൊന്നും ഗ്രഹിക്കാൻ പോലും കഴിയാത്തതിലും അപ്പുറം. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ സ്വർഗം സംസാരിക്കുന്ന ദൂത്, ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ ഇത് രക്ഷിക്കപ്പെടാത്തവർക്കുള്ള ദൂതല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കുള്ള ദൂതാണ്. ആമേൻ. എന്തിനാ അസൂയപ്പെടുന്നേ? അവരെ ഏൽപ്പിച്ചത് അവർ ചെയ്യട്ടെ. അവര് എന്താണോ അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അത് അവർ ചെയ്യട്ടെ. നമ്മൾ എന്തിനാ അസൂയപ്പെടുന്നേ? ആമേൻ. ഹല്ലേലൂയ. അവരോട് കൂടെ നടക്കാൻ നീ എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കരുത്. അവരോട് കൂടെ നടക്കരുത്. ഇന്ന് ആമേൻ ഒത്തിരി ആത്മീയ ഗോളങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. അഭിഷേകമുള്ളവൻ്റെ കൂടെ നടക്കാൻ അഭിഷേകമുള്ളവൻ മടിക്കുന്നു. അഭിഷേകമുള്ളവനെ ആമേൻ അവൻ്റെ കൂടെ ഇരിപ്പാൻ അഭിഷേകമുള്ളവൻ മടിക്കുന്നു. അതിന് യഥാർത്ഥ കാര്യം ഇതാണ്. ആമേൻ. അഭിഷേകമുള്ളവൻ്റെ കൂടെ ചേർന്ന് നടന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യം, ആമേൻ, അവനും ഒരു അഭിഷക്തനായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇത് ആർക്കറിയാമെന്നറിയാമോ? ദുഷ്ടനറിയാം. അതുകൊണ്ട് ദുഷ്ടൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ്റെ പ്രവൃത്തികളെ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കും. ബന്ധങ്ങളെ തകർക്കുക. ഇല്ലേ? യോസേപ്പിൻ്റെ ജീവിതം മുതൽ നോക്കുമ്പോൾ ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞില്ലേ? പ്രൈസ് ദി ലോർഡ്. പിശാചിനകത്ത് കയറി പ്രവർത്തിച്ച്. സ്തോത്രം. ആമേൻ. ദൈവം വച്ചിരുന്ന വാഴ്ത്തത്വങ്ങൾ, അപ്പനുമായിട്ടുള്ള കൂട്ടായ്മ, അമ്മയുമായിട്ടുള്ള കൂട്ടായ്മ, സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ, ആ സ്നേഹബന്ധം ശത്രു ഒരു മിനിറ്റ് തകർത്ത് കളഞ്ഞില്ലേ? എന്താ കാര്യം എന്നറിയാമല്ലോ? എന്താ കാര്യം? അവർക്കൊന്നുമില്ലാത്ത ഒരു വലിയൊരു ദർശനം യോസേപ്പിന് ദൈവം നൽകി. അത് ദുഷ്ടന്റെ ആ ഒരു വലിയ പ്രവൃത്തി ആ ഒരു ദർശനത്തിൽ പ്രവർത്തിച്ചു. സ്തോത്രം. കാരണം അഭിഷേകമില്ലാത്ത, ദർശനമില്ലാത്ത, ദർശനത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത സഹോദരങ്ങളോട് യോസേപ്പ് വിളമ്പി കാര്യങ്ങൾ. സൂക്ഷിക്കുക. ഓക്കെ. ഇതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, സദൃശവാക്യങ്ങൾ 24:2 പറയുന്നു, അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. ശരിയാ. ഒന്ന് കേട്ടാൽ രണ്ടിന് അടിയാ. എന്തിനാ വെറുതെ?
അവരിങ്ങനെ സാഹസം ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അധരം വേണ്ടാത്തനം പറയുന്നു. അപ്പൊ ഇത് ദുഷ്ടന്മാരുടെ അസൂയപ്പെടരുത്. അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ പലതും പറയും, സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കും, സഭയ്ക്കകത്ത് കൂട്ടായ്മകളെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കും, സഭയ്ക്കകത്തെ സ്നേഹങ്ങളെ ഉടയ്ക്കാൻ നോക്കും, ശുശ്രൂഷകന്മാർക്ക് നേരെ കയർക്കും. അവരോടൊന്നും നിങ്ങളൊന്നും പറയരുത്. അവരുടെ ന്യായവിധി കർത്താവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവർക്ക് വേണ്ടി ചിലത് ചെയ്യും. സ്തോത്രം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. നോക്കൂ, സദൃശ്യവാക്യങ്ങൾ തന്നെ ആ അധ്യായം തന്നെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്, ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. അപ്പോൾ ഇവരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എല്ലാം കറക്റ്റായ കാര്യങ്ങളാ, അതൊക്കെ മേളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്. ഈ പ്രഭാതത്തിൽ ദൈവകുഞ്ഞെ, ആമേൻ, ദൈവം നമുക്ക് തരുന്ന സമയമുണ്ടല്ലോ, ആ ഒരു എൻഡർ ടൈം, സ്തോത്രം, അത് എത്രത്തോളം നമ്മൾ അതിനെ സ്വീകരിക്കാൻ കഴിയുമോ, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ നിങ്ങളോടാണ്. നിങ്ങൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കുമെങ്കിൽ ഉറപ്പായി ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മീകർ തകർന്നുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യം, ദൈവത്തിന് സ്ഥാനം കൊടുക്കാറില്ല. ഒരു പള്ളിയിൽ പോയാലും കറക്റ്റ് സമയത്തിന് പള്ളി എത്തത്തില്ല, ദൈവിക കാര്യങ്ങൾക്കൊന്നും കറക്റ്റ് സമയത്ത് എത്തത്തില്ല. സാത്താൻ അത് അനുവദിക്കത്തില്ല. അതിനെ തകർക്കാൻ അതേ ദിവസങ്ങളിൽ തന്നെ അവർക്ക് ഭയങ്കര ബിസിയാക്കും സാത്താൻ. അതൊരു മനുഷ്യന്റെ വേഷത്തിനകത്തായിരിക്കും വരുന്നത്. ഏറ്റവും നല്ല ബന്ധങ്ങളായിരിക്കും വന്ന് കയറുന്നത്. എന്നാൽ ഈ കൃപ പ്രാപിച്ചവൻ തിരിച്ചറിയണ്ടേ? തിരിച്ചറിയത്തില്ല, അതിൻ്റെ പിന്നാലെ പോകും. ഇന്ന് അങ്ങനെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആമേൻ. ഇന്ന് പല ആത്മീയ ഗോളങ്ങളും പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല. മനുഷ്യന് സ്ഥാനം കൊടുത്ത് മനുഷ്യനെ വിഗ്രഹമായി ആരാധിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു പ്രാർത്ഥനാ സമയമാണ് വീട്ടിലെങ്കിൽ, എത്ര പേര് കയറി വന്നാലും പ്രാർത്ഥനാ സമയമായിരിക്കണം. ഇന്നങ്ങനെയാണോ? ആ പ്രാർത്ഥനാ സമയത്തൊരു സുഹൃത്ത് കയറി വന്നു കഴിഞ്ഞാൽ ആ സുഹൃത്തിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോകും. സാത്താൻ്റെ പരിപാടിയാണ്. ആമേൻ. വീട്ടിനകത്ത് ഒരു മീറ്റിങ്ങിൻ്റെ സമയത്ത് ഏറ്റവും ബന്ധുക്കൾ കയറി വരുമ്പോൾ അവരെ പിന്നാലെ പോകും, ആ മീറ്റിങ്ങിന് അലക്ഷ്യമാക്കും. അല്ലേ? ദൈവത്തിൻ്റെ സമയത്തെ നമ്മൾ അപകരിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സമയത്തെ നമ്മൾ ലഘുവാക്കിയാൽ, സാത്താൻ നിങ്ങളുടെ വാഴ്ത്തത്വങ്ങളെ തടയും. ശബനപരഗതുനി വൈഡകരഗതനാകര. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ സമയത്തെ നമ്മൾ അലക്ഷ്യമാക്കിയാൽ, സ്തോത്രം, ആമേൻ, ദൈവത്തിൻ്റെ സമയത്തെ നമ്മൾ പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ, ആമേൻ, നിങ്ങളുടെ വാഴ്ത്തത്വങ്ങൾ സാത്താൻ തടയും. അതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ, ആമേൻ, ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട, ദൈവസന്നിധിയിൽ ഇരിക്കേണ്ട സമയത്ത് വേറെ കാര്യത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അത് സാത്താൻ അതിൻ്റെ പിക്ചർ എടുത്തു വച്ച് വാദിക്കും. ഇന്നും അങ്ങനെയല്ലേ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? പാസ്റ്ററെ പ്രാർത്ഥിക്കണമേ, അയ്യോ എനിക്ക് ഇന്ന കാര്യമില്ല എന്ന് പറഞ്ഞ ഒത്തിരി പേര് അല്ലേ, അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നില്ലേ? എവിടെ? പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ പോലും ദൈവം കേൾക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ സമയത്തെ ഇദ്ദേഹം, ആമേൻ, അതിനെ മാറ്റി മനുഷ്യൻ്റെ കൂടെ പോയതുകൊണ്ട്, മനുഷ്യ സഹായത്തിൻ്റെ പുറകെ പോയതുകൊണ്ട് സാത്താൻ എടുത്തു വെച്ച് പറഞ്ഞു, കണ്ടോ, നിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ട സമയമാ. ഇപ്പൊ ഇരിക്കുന്ന എവിടെ? തോട്ടുവക്കിൽ ഇരിക്കുക, ആറ്റിൻ്റെ കരയിൽ ഇരിക്കുക. ആമേൻ. ഇപ്പൊ ഇരിക്കുന്നുണ്ടോ? എവിടെ ഇരിക്കുന്നത്? ഇന്ന സ്ഥലത്തിരിക്കുക. ദൈവ പൈതലേ, കർത്താവിൻ്റെ സമയത്തെ എടുത്ത് നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് വച്ചാൽ, ആമേൻ, ഒരിക്കലും വാഴ്ത്തത്വം പ്രാപിക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട. സ്തോത്രം. ദുഷ്ടൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവർ കയറി പിടിക്കും. നോക്കി, ഇവിടെ നമ്മൾ വായിച്ച കണ്ടോ, അവൻ എന്താ പറഞ്ഞത്? ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. അവൻ നിന്നെ തകർക്കാൻ വരുന്നതാ. നീ ഏൽപ്പിച്ചു കൊടുക്കരുത്, നീ അതിന് വിധേയപ്പെടരുത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിന് വേണ്ടി നീ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ പോയി.
ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നത് അവനോട് നീ എന്ത് ചെയ്യരുത്? അസൂയപ്പെടരുത്. അവൻ അവൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നോക്കൂ, 37-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ ചെയ്യട്ടെ. അടുത്ത അവർക്ക് ശിക്ഷ കണ്ടോ? അവർ ആമേൻ പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദുഷ്ടന്മാരുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ പ്രഭാതത്തിൽ ദൈവവൈതലെ നിന്റെ വഴിയെ യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് ആമേൻ നിർവഹിക്കും. സ്തോത്രം. നീ ദൈവത്തെ തന്നെ ആശ്രയിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ സമയത്ത് ആമേൻ ഏത് മനുഷ്യൻ കയറി വന്നാലും ആമേൻ സമയം നിങ്ങൾ ദൈവമായിട്ടുള്ള സമയമാണ്. ആമേൻ. എൻ്റെ ജീവിതത്തിനകത്ത്, നമ്മുടെ മീറ്റിങ്ങിനകത്ത്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തോ വീട്ടിലോ ആര് കയറി വന്നാലും ആ സമയത്ത് നോ പറയാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ തയ്യാറാകാത്തതിൻ്റെ അപ്പോൾ നമ്മൾ ഒരു മനുഷ്യനല്ലേ കയറി വന്നത്. ആമേൻ. നീ പ്രാർത്ഥിക്കുന്നവനെന്നറിയാമല്ലോ, ഈ സമയത്ത് ദൈവസ്ഥലിരിക്കുന്ന മനുഷ്യനെന്നറിയാമല്ലോ. ആ സമയം മുടക്കാൻ ആര് കയറി വന്നാലും വിട്ടുകൊടുക്കരുത്. പിന്നത്തേതിൽ അവർ ആ സമയത്ത് വരത്തില്ല. കാരണം പോയാൽ കാണാൻ പറ്റില്ല, അവർ മീറ്റിങ്ങിലാണ്, ക്ലാസ്സിലാണ്. ഈ ഒരു ധാരണ അവരിൽ നിങ്ങൾ ഏൽപ്പിച്ചാൽ അവരും വരും നാൾക്കളിൽ ഈ ദൈവത്തെ അറിയും. ആമേൻ. നിങ്ങൾ വാഴ്ത്തത്വം പ്രാപിക്കും, അവരും ദൈവത്തെ അറിഞ്ഞ് അവരും വാഴ്ത്തത്വം പ്രാപിക്കും. ഇതങ്ങനെയല്ല. ഇത് അവരും വാഴ്ത്തത്വം പ്രാപിക്കില്ല, നിങ്ങളും വാഴ്ത്തത്വം. കാരണം ഇത് ശത്രുവിനകത്ത് കയറി പ്രവർത്തിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്, അവരോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവപൈതൽ ആമേൻ, ആമേൻ, സ്തോത്രം, ആത്മീയകാര്യത്തിൽ ഇടപെടാത്തവൻ്റെ കൂടെ ഇരുന്ന് സമയം കളയരുത്. പ്രൈസ് ദി ലോർഡ്. ആത്മീയകാര്യത്തിൽ ഇടപെടാത്തവൻ്റെ കൂടെ ഇരുന്ന് എന്ത് ചെയ്യരുത്? സമയം കളയരുത്. നിന്റെ വാഴ്ത്തത്വം തകർന്നു പോകും. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തോട് സംസാരിക്കണം, അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.